വെൽക്കം ബാക്ക് എവരിവൺ. പ്രോഗ്രാമിംഗ് ലാംഗ്വേജായ പൈത്തണിൻ്റെ വേരിയബിൾസ് ആൻഡ് മെമ്മറി റെഫറൻസ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് വേരിയബിൾ? ഒരു വേരിയബിൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? പൈത്തൺ ഫംഗ്ഷൻ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഡ്യൂറിങ് ഡെവലപ്മെൻറ്റ് നമ്മൾ ഒരുപാട് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. കോഡിൽ പല സ്ഥലങ്ങളിൽ യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, x=10, name=John എന്നിങ്ങനെ കൊടുക്കുമ്പോൾ ഇവിടെ x എന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ആവുകയും അതിൽ 10 എന്ന വാല്യൂ, ഒരു ഇൻറ്റിജർ വാല്യൂ സേവ് ആവുകയാണ് ചെയ്യുന്നത്. അതുപോലെ നെയിം എന്ന വേരിയബിളിലേക്ക് ജോൺ എന്ന സ്ട്രിങ് അസൈൻ ആവുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് ഡിഫറെൻറ്റ് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാനും അത് യൂസ് ചെയ്യുവാനും സാധിക്കും. സോ ഇങ്ങനെ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവ എങ്ങനെയായിരിക്കും ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നത്? നമുക്കറിയാം, ഡേറ്റ സേവ് ആകുന്നത് കമ്പ്യൂട്ടർ മെമ്മറിയിലാണ്. ഇവിടെ കമ്പ്യൂട്ടർ മെമ്മറി ഈ ഒരു ഇമേജിൽ കാണിച്ചിരിക്കുന്ന പോലെ കൺസിഡർ ചെയ്യാം. ഇവിടെ ഓരോ സ്ലോട്ടും ഓരോ മെമ്മറി ലൊക്കേഷനാണ്. ഓരോ സ്ലോട്ട് അഥവാ മെമ്മറി ലൊക്കേഷൻ 1000, 1001, 1002 എന്നിങ്ങനെ നമ്പറിങ് കാണാം. സോ ഇതാണ് അവയുടെ മെമ്മറി അഡ്രസ്സ്. ഈ ഓരോ അഡ്രസ്സിലും ഓരോ സ്ലോട്ടിലും നമുക്ക് ഡേറ്റ സേവ് ചെയ്യാൻ സാധിക്കും. സിംഗിൾ സ്ലോട്ടിൽ മാത്രമല്ല, മൾട്ടിപ്പിൾ സ്ലോട്ട്സിലും ഡേറ്റ സേവ് ചെയ്യാൻ സാധിക്കും. ചില ഡേറ്റ ഒരു സിംഗിൾ സ്ലോട്ടിൽ തന്നെ സേവ് ചെയ്യാൻ സാധിക്കും. എന്നാൽ മറ്റു ചില ഡേറ്റ മൾട്ടിപ്പിൾ സ്ലോട്ട്സ് യൂസ് ചെയ്തായിരിക്കും സേവ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, price=10 എന്നൊരു ലൈൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഈ ഒരു ലൈൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യം നടക്കുന്നത് മെമ്മറിയിൽ ഏതെങ്കിലും ഒരു അഡ്രസ്സിൽ ഈ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ 10 എന്നുള്ളൊരു വാല്യൂ അവിടെ സേവ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, 1000 എന്ന അഡ്രസ്സിലേക്ക് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ ആ ഒരു ഒബ്ജക്റ്റിൽ ഈ ഒരു ഡേറ്റ സേവ് ചെയ്യുന്നു. ഇവിടെ പ്രൈസ് എന്നത് ജസ്റ്റ് ഒരു നെയിം മാത്രമാണ്. അതായത് 1000 എന്ന മെമ്മറി അഡ്രസ്സിലെ റെഫർ ചെയ്യുന്ന ഒരു നെയിം. 1000 എന്ന മെമ്മറി അഡ്രസ്സിൻ്റെ ഒരു വിളിപ്പേര് എന്ന് പറയാം, ഒരു ഏലിയാസ്. ഇനി മൾട്ടിപ്പിൾ സ്ലോട്ട്സ് ആണ് ഡേറ്റ സേവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിംഗ് മെമ്മറി അഡ്രസ്സ് ആയിരിക്കും റെഫർ ചെയ്യുന്നത്. സോ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്, price=10 എന്ന് കൊടുക്കുമ്പോൾ ആക്ച്വലി പ്രൈസ് എന്ന വേരിയബിളിലേക്ക് 10 എന്ന വാല്യൂ അല്ല സേവ് ചെയ്യുന്നത്, ബട്ട് പ്രൈസ് എന്നത് 1000 എന്ന മെമ്മറി അഡ്രസ്സിൻ്റെ ഒരു ഏലിയസ് മാത്രമാണ്. ആക്ച്വൽ ഡേറ്റ 10 സേവ് ചെയ്തിരിക്കുന്നത് 1000 എന്ന മെമ്മറി അഡ്രസ്സിലാണ്. ബട്ട് ആസ് എ ഡെവലപ്പർ നമ്മളിത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. price=10 എന്ന് തന്നെ നമുക്ക് ചിന്തിക്കുന്നതിൽ പ്രോബ്ലമില്ല. സോ ഇതുപോലെ മറ്റൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ, full name=Sam എന്ന് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു പുതിയ മെമ്മറി അഡ്രസ്സ് ലെറ്റ്സ് സേ 1002 ക്രിയേറ്റ് ആവുന്നു. ഇവിടെ പുതിയൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ആൻഡ് ഡേറ്റ ഈ ഒരു മെമ്മറി അഡ്രസ്സിലേക്ക് സേവ് ചെയ്യുന്നു. ഇവിടെ ഫുൾ നെയിം ബിക്കംസ് ഏലിയാസ്. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കൺസെപ്റ്റ് എന്നത് വേരിയബിൾസ് ഒരു റെഫറൻസ് മാത്രമാണ്, മെമ്മറിയിലേക്കുള്ള ഒരു റെഫറൻസ്. സോ ബേസിക്കലി വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും യൂസ് ചെയ്യുമ്പോഴും എന്താണ് ബാക്ക്ഗ്രൗണ്ടിൽ സംഭവിക്കുന്നത് എന്നാണ് ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇവിടെ വേരിയബിളിൻ്റെ മെമ്മറി അഡ്രസ്സ് നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ പൈത്തണിൻ്റെ ഇൻബിൽറ്റ് ഫംഗ്ഷനായ ID യൂസ് ചെയ്യാം. ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഓരോ വേരിയബിളിൻ്റെയും മെമ്മറി അഡ്രസ്സ് നമുക്ക് അറിയുവാൻ സാധിക്കും. ഇവിടെ ഓരോ വേരിയബിളിൻ്റെയും മെമ്മറി അഡ്രസ്സ് പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. ബട്ട് ഈ ഒരു സ്ക്രിപ്റ്റ് വീണ്ടും റൺ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ റെസ്പോൺസ് ഡിഫറെൻ്റ് ആയിരിക്കും. ബിക്കോസ് നെക്സ്റ്റ് റണ്ണിൽ ഓരോ പുതിയ മെമ്മറി അഡ്രസ്സായിരിക്കും അസൈൻ ആകുന്നത്. സോ ഓരോ തവണയും ഓരോ പുതിയ അഡ്രസ്സായിരിക്കും കിട്ടുന്നത്. ആൾറെഡി പറഞ്ഞ എക്സാമ്പിളിൽ, അതായത് price=10 എന്ന എക്സാമ്പിളിൽ പ്രൈസ് എന്ന വേരിയബിളിനെ മറ്റൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഫോർ എക്സാമ്പിൾ, amount=price. ഇവിടെ പ്രൈസ് എന്ന വേരിയബിളിനെ എമൗണ്ട് എന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്തു. ഇവിടെ എമൗണ്ട് എന്ന വേരിയബിളും പ്രൈസ് എന്ന വേരിയബിളും സെയിം മെമ്മറി ലൊക്കേഷനെ തന്നെയാണ് റെഫർ ചെയ്യുന്നത്. അതായത് പ്രൈസ് എന്ന വേരിയബിളിൻ്റെ മെമ്മറി റെഫറൻസ് ആണ് എമൗണ്ട് എന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുന്നത്, അല്ലാതെ അതിൻ്റെ ആക്ച്വൽ വാല്യൂ ആയ 10 എന്ന വാല്യൂ അല്ല. സോ ബേസിക്കലി രണ്ട് വേരിയബിളും പോയിൻ്റ് ചെയ്യുന്നത് സെയിം മെമ്മറി ലൊക്കേഷനാണ്. ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ മറ്റൊരു പ്രോസസ്സ് കൂടി നടക്കുന്നുണ്ട്. പൈത്തണിൻ്റെ മെമ്മറി മാനേജർ ഓരോ മെമ്മറി ലൊക്കേഷൻ്റെയും റെഫറൻസ് കൗണ്ട് എടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, price=10 എന്ന് കൊടുക്കുന്ന കേസിൽ 1000 എന്ന മെമ്മറി ലൊക്കേഷനെ ഒരു തവണ റെഫർ ചെയ്യുന്നുണ്ട്. ഇനി amount=price എന്ന് അസൈൻ ചെയ്യുന്ന കേസിൽ മൾട്ടിപ്പിൾ റെഫറൻസ് ഉണ്ട്. ഇവിടെ 2 തവണയാണ് റെഫർ ചെയ്യുന്നത്. ഇതുപോലെ ഓരോ മെമ്മറി ലൊക്കേഷൻ എത്ര തവണ റെഫർ ചെയ്യുന്നു എന്നതിൻ്റെ കൗണ്ട് മെമ്മറി മാനേജർ ട്രാക്ക് ചെയ്യുന്നുണ്ട്. റെഫറൻസ് കൗണ്ട് 0 ആവുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ആ മെമ്മറി ലൊക്കേഷൻ യൂസ് ചെയ്യുന്നില്ല എന്നാണ്. സോ ആ മെമ്മറി ലൊക്കേഷൻ ഫ്രീ ആക്കുകയും പുതിയൊരു ഒബ്ജക്റ്റ് സേവ് ചെയ്യുന്നതിന് യൂസ് ചെയ്യുകയും ചെയ്യും. ഈ ഒരു മെമ്മറി മാനേജ്മെൻറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. സോ ഇതിനെക്കുറിച്ച് നമ്മൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. പൈത്തണിൽ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും യൂസ് ചെയ്യുമ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന പ്രോസസ്സിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അഡ്വാൻസ്ഡ് പൈത്തൺ ടോപ്പിക്സിനെ കുറിച്ച് അപ്കമിംഗ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ പ്ലീസ് കൺസിഡർ ടു സപ്പോർട്ട് ദി ചാനൽ. So that's all about today's video. Thank you for watching and see you in the next video.